ഇതാ ഇതുപോലെ ഉള്ളില്ലാതെ കോല് പോലെ ആയ മുടി ഇങ്ങനെ ഹെൽത്തി ആയിട്ട് എടുത്തത് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൂര്യ ഹോംലി ടിപ്സ് ആൻഡ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. ഒരു കർക്കിടക മാസമാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ ഇട്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം കുറച്ചിങ്ങനെ പൂവിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം അന്നേരം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചുമ്മാ യൂട്യൂബിൽ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ. അന്ന് ഈ ചാനലിന്റെ പേരെന്ന് പറയുന്നത് സൺഡേ വ്ലോഗ്സ് വിത്ത് സൂര്യ എന്നായിരുന്നു. ഞായറാഴ്ചകളിൽ വീഡിയോ ഇടാമെന്ന് ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സൺഡേ വ്ലോഗ്സ് എന്നൊക്കെ ഉള്ള ഒരു പേര് കൊടുത്തത്. അപ്പൊ അന്ന് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ വ്യൂ ഒന്നും ഇല്ല കേട്ടോ, 19 വ്യൂ ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ ഓരോരുത്തരുടെ കുത്തിരി പിടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ ചാനൽ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ പെട്ടെന്ന് 1-2 വീഡിയോസ് അത്യാവശ്യം ഒന്ന് റീച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ റീച്ച് ഒന്നും അല്ല, ഒരു 5K 8K ഒക്കെ കിട്ടി. അങ്ങനെ വരുമ്പോഴാണ് അടുപ്പിച്ചായിരുന്നു ആ ഒരു 2 വീഡിയോസ് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ചായിരുന്നു വ്യൂ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ആ ഒരു ജേണി വഴി മാറി വേറെ വഴിക്കൊക്കെ പോയി അങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ നിന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ 1-2 ഷോർട്ട് വീഡിയോ ഷോർട്സ് വന്ന സമയത്ത് 1-2 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ പിന്നീട് ഞാൻ വീഡിയോസ് ഒന്നും അധികം ഇട്ടിട്ടുമില്ല. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഈ ഒരു ചാനൽ ഡെഡ് ആയിരുന്നു. ഇപ്പൊ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. 2024 ഞാൻ ഫസ്റ്റ് എടുത്ത തീരുമാനം അതായിരുന്നു, ഈ ഒരു ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ 2023 തന്നെ വിചാരിച്ചതാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ വിചാരിച്ചു ജനുവരി 1 തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചാനൽ ജനുവരി 1 തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ചാനല് ഇപ്പൊ ഞാൻ ഈ ഒരു പേര് കൊടുത്തേക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ജേണിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ എല്ലാവരും മുടി വളർന്ന ജേണി ആയിരിക്കും പറയുന്നത്, പക്ഷെ എനിക്ക് എൻ്റെ മുടി കൊഴിഞ്ഞിട്ട് ഞാൻ വളർത്തിയ ജേണിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ മുടി ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് നിങ്ങൾ കാണണം. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുടിയും അത് കൊഴിഞ്ഞ മുടിയും കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വളർത്തിയെടുത്ത മുടിയും, ഇത് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് എൻ്റെ ഒരു ഹെയർ കെയർ ജേണി വരുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് 1 മന്ത് കൊണ്ട് എൻ്റെ മുടിയുടെ തിക്നെസ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കിയതെന്നുള്ളതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒന്ന് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് സമയത്ത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹെയറിൻ്റെ വീഡിയോ. ഇതിപ്പോൾ ബിഫോർ എന്ന് പറയുന്നത് 1 മാസം മുന്നേ എടുത്തതാണ്. ഈ ആഫ്റ്റർ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ അതിനും 1 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് ബിഫോർ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അതിനു മുന്നേ എൻ്റെ മുടി ഇതിനേക്കാൾ അൺഹെൽത്തി ആയിരുന്നു. അത് നിങ്ങൾ ഫുൾ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഡീറ്റെയിൽസ്. ഇതിപ്പോൾ 1 മന്തിലെ ചേഞ്ചാണ്. ഒത്തിരി വലിയ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ചേഞ്ച് കാണാൻ പറ്റും. മുടിക്ക് നീളം വെച്ചിട്ടുണ്ട്, മുടി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയുടെ മുടിയുടെ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ മുടിയുടെ ഉള്ളു ഭയങ്കര കുറവാണ്, ഭയങ്കര കോല് പോലാണ്. രണ്ടാമത്തെ വീഡിയോയിൽ നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് 1 മാസം കൊണ്ട് ഞാൻ മുടി ഇമ്പ്രൂവ് ആക്കിയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതിനു മുമ്പ് എൻ്റെ മുടിയുടെ 3 സ്റ്റേജുകൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിരുന്നുള്ള സമയത്തും, മുടിയുടെ ഹെൽത്ത് പോയ സമയത്തും, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്ന സമയത്തും, പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളതും. ഇത്രയും ഫോട്ടോസാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ബാക്കി വീഡിയോസ് നിങ്ങൾ കാണണം. അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ടല്ലോ, എൻ്റെ മുടി ബിഫോർ ആഫ്റ്റർ ഉള്ള വീഡിയോസ് കണ്ടു. അതുപോലെ തന്നെ എൻ്റെ മുടി നല്ല തിക്കായിരുന്ന സമയത്തുള്ള ഫോട്ടോ ഒന്നുകൂടി ഞാനിവിടെ കാണിക്കാം കേട്ടോ. തിക്കായിരുന്ന സമയത്തുള്ളതും ആ തിക്നെസ് കുറഞ്ഞ സമയത്തുള്ളതും ആ ഒരു ഫോട്ടോ കൂടി ഞാനിവിടെ കാണിക്കാം. അപ്പൊ എൻ്റെ മുടി എങ്ങനെയാണ് കൊഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 കൂടിയിട്ടാണ് എൻ്റെ മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ മുടിക്ക് നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ, നല്ല തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം എന്തെങ്കിലും ഹെയർ കെയർ ചെയ്ത് വളർത്തിയെടുക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ചുമ്മാ ഇങ്ങനെ മുടി ചീവുന്ന സമയത്ത് തറയിൽ നിറച്ചു മുടി, അത് എനിക്ക് എത്രയും ഹെവി ഹെയർ ഫോൾ വന്നത് ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത്, 2022 ഓണമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ഹെവി ഹെയർ ഫോള്. അപ്പൊ മുടി ഇങ്ങനെ ചീവുമ്പോ തറയിൽ നിറച്ചു മുടി. അപ്പൊ ഞാൻ വിചാരിച്ചു മുടിക്ക് നീളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ആയിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം 2-3 തവണയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവായിരുന്നു.
അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ, ഈ മുടി ഇങ്ങനെ ചുരുട്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ഞാനത് തൊട്ട് ആ പുറകുവശത്ത് തെങ്ങിന്റെ ചുവട്ടിലിടും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടിടുന്നത് കൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്തുമാത്രം മുടി പോയിന്ന്. ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിന്റെ മുടിയാണോ ഇത്രയും കൊഴിയുന്നത്, നീ ഒന്ന് നോക്കിക്കേ, ഇഷ്ടം പോലെ മുടിയുണ്ടല്ലോ. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തലയിലെ പകുതിയോളം മുടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ ഇല്ല. മുടി കൊഴിയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ഹെവി ഹെയർ ഫോൾ ആണ്, ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നും ഞാൻ എന്നെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോകുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോ ഇങ്ങനെ ഹെവി ഹെയർ ഫോൾ വന്നു, മുടിയുടെ ഉള്ളു നല്ല രീതിയിൽ അങ്ങ് കുറഞ്ഞു. ഉള്ളു കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ ടൈമിൽ ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ജോയിന്റ് പെയിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിതൊന്നും അറിയുന്നില്ല, ആ സമയത്ത് എന്താണ് സംഭവം എന്നൊന്നും അറിയുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമില് 2023 ആയപ്പോ 2023 കുറച്ചൊക്കെ ആയപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും ആക്റ്റീവ് ആവാൻ തുടങ്ങി. കുറച്ച് നാൾ ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പം എൻ്റെ ഹെയർ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് അത് കണ്ടിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ഹെയറിന്റെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറെ ഇൻസ്റ്റാഗ്രാമിൽ ഹെയറിന്റെ പേജുകാർ എൻ്റെ ഫോട്ടോസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹെയർ പിക്സ്. അപ്പൊ ഞാൻ അവർക്ക് എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുതിയ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്. ഇത്രയും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഡിഫറൻസ് എനിക്ക് വന്നു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്റെ മുടി കൊഴിയാൻ കാരണമായത് എനിക്ക് ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഓവർ ആൻസൈറ്റിയും അതുപോലെ തന്നെ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. എനിക്കതൊന്നും അന്ന് മനസ്സിലായില്ല. ഞാൻ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എനിക്കുണ്ടെന്ന്. ബിക്കോസ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ജോയിന്റ് പെയിൻ ആണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 30+ ആയിട്ടുള്ള ആളുകൾക്ക് ജോയിന്റ് പെയിൻ ഒക്കെ വരും. പക്ഷെ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കാര്യമില്ലാതെ ജോയിന്റ് പെയിൻ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ത് ഡെഫിഷ്യൻസി ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മെഡിസിൻസ് നിങ്ങൾ എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുടിയുടെ ആ കൊഴിച്ചിൽ കുറയും. പിന്നെ പോയ മുടി പോയതാണ്, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഒരുപാട് സമയം എടുക്കും. പക്ഷെ നമുക്ക് പെതുക്കെ അത് കൊണ്ടുവരാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്റെ മുടി ബിഫോറും ആഫ്റ്ററും, അതായത് ആ ഒരു മുടി ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ പോയ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. എന്തുമാത്രം മുടി പോയി എന്നുള്ളതിന്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം ഞാൻ ഒരു ദിവസം ചെയ്യുമ്പോൾ മുടി ചീവുന്ന സമയത്ത് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു ദിവസം ഇത്രയും മുടി പോകുമ്പോൾ എന്തുമാത്രം എന്റെ മുടി അത് പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഹെവി ഹെയർ ഫാൾ, അതായത് നമുക്കൊരു നോർമലി നമ്മുടെ മുടി കൊഴിയാറുണ്ട്, 10-100 വരെ മുടി കൊഴിയാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലും മുടി കൊഴിയുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും നിങ്ങളുടെ മുടി കൊഴിയുന്നത്. അതെന്താണെന്ന് അത്യാവശ്യമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ എന്റെ മുടി ഇനി എങ്ങനെയാണ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയാം. എനിക്ക് 2023 ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ, 2023 കയറി ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ മുടി കൊഴിച്ചിൽ നിന്നു. പക്ഷെ മുടി മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എന്റെ ഹെൽത്ത് വളരെ മോശമായിരുന്നു. അപ്പൊ ഈ ഹെൽത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പം ഹെൽത്ത് പെതുക്കെ തിരിച്ചു പിടിച്ചു തുടങ്ങി. ഹെൽത്ത് നോർമലായിട്ട് ഞാൻ ഹെൽത്തി ആയി തുടങ്ങി. ആ സമയത്ത് നമുക്ക് മുടിക്ക് ഭയങ്കര തിന്നായിരുന്നു എന്റെ മുടി കണ്ടാലേ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടത്തില്ല, അത്ര തിക്കായിരുന്നു എന്റെ മുടി. ഓരോ മുടിക്കും നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് മുടി ഭയങ്കരമായിട്ട് തിന്നായി, വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ പൊട്ടും, ആ രീതിയായി. പിന്നെ ഞാൻ ആഹാരമൊക്കെ കഴിച്ച് എല്ലാം നോർമലായിട്ട് വന്നപ്പോൾ എന്റെ മുടി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയി തുടങ്ങി. അതായത് കൊഴിയുന്നത് നിന്നു. പിന്നെ ഈ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നത് ഒരുപാട് അങ്ങ് പെട്ടെന്ന് പൊട്ടുന്നതിൽ നിന്നും കുറച്ചൊന്ന് നോർമലായിട്ട് വന്നു. പിന്നെ എൻ്റെ മുടിയുടെ തുമ്പ് വരെ നല്ല നീളം ഉണ്ടായിരുന്നു. എൻ്റെ മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ മുടി ഉണ്ടായിരുന്നത് നല്ല തിക്കായിട്ട് നല്ല നീളത്തിൽ കിടന്നേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൊത്തം ഒഴിഞ്ഞു പോയല്ലോ. അപ്പം ആ നീളത്തിലുണ്ടായിരുന്നത് മൊത്തത്തിൽ വെട്ടിക്കളയാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു, നല്ല ഹാഫായിട്ട്. അതായത് എനിക്ക് ഏകദേശം എൻ്റെ അന്നത്തെ മുടി എന്ന് പറയുന്നത്, കൊഴിഞ്ഞുപോയ മുടി എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ കൈമുട്ടിന്റെ അത്ര അളവ് വരെ നീളം നല്ലതുപോലെ ഉണ്ടെങ്കിൽ കൈമുട്ടിന്റെ അളവ് വരെ ഉള്ളേ ഉള്ളൂ. ബാക്കി താഴോട്ട് കോല് പോലായിരുന്നു കിടക്കുന്നത്. അപ്പൊ അത് കട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്കത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഹെയർ ഞാൻ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതാണ്. ഞാൻ ഒരു ടൈമിൽ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം ഫുൾ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അത്രയും ഞാൻ സ്ട്രെയിൻ എടുത്ത് വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ മുടി വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെട്ടിക്കളയുന്നില്ല, തുമ്പ് കുറേശ്ശെ കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്നറിയാം, തുമ്പ് ഓരോ ആഴ്ചയിലും കുറേശ്ശെ കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും കട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. എല്ലാ ആഴ്ചയിലും ഒരു ശകലം വെച്ച്
അനുസരിച്ച് കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ താഴത്തെ അൺഹെൽത്തി ഹെയർ കൊണ്ട് കുറച്ച് പോകാൻ തുടങ്ങി. പിന്നെയും ഈ കോല് പോലാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഹാഫ് നീളമുണ്ട്, പക്ഷെ ഹാഫ് വരെ ഉള്ളുള്ളൂ, ബാക്കി ഇങ്ങനെ കോല് പോലെ കിടക്കാണ്. അപ്പൊ പിന്നെ അത് മൊത്തത്തിൽ വെട്ടാൻ അമ്മ പറഞ്ഞു. പക്ഷെ അന്നേരവും ഞാൻ വെട്ടിയില്ല. ഞാൻ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് കുറച്ച് ഇങ്ങനെ ട്രിം ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് മുടിയുടെ. അപ്പൊ ആ സമയത്ത് നോർമലി നമ്മുടെ ഈ അൺഹെൽത്തി ആയിട്ട് പൊട്ടി പോയ മുടികൾ കിളിച്ചിറങ്ങും. അത് കിളിച്ചിറങ്ങി ഈ ഒരു ഹെയറിന്റെ കൂടെ തന്നെ വരും. അപ്പോ കഴിഞ്ഞ ഒരു മാസം കൊണ്ടാണ് ഇപ്പൊ ഞാൻ എടുത്ത വീഡിയോയിൽ ഒരു മാസം കൊണ്ടുള്ള ചേഞ്ച് ആണ് നിങ്ങൾ കാണുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ ഹെയറിൽ മസാജ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മുടി ഒരു കഴിഞ്ഞ മാസം ഞാൻ ഇച്ചിരി നല്ലതുപോലെ തന്നെ ട്രിം ചെയ്തിട്ട് മുടി നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തു. ഇനി ആ മുടി കെയർ ചെയ്തത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്തു തരാം. മുടി ഒരുപാട് അങ്ങ് പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് നിങ്ങൾ മൊത്തത്തിൽ കയറ്റിയിട്ട് വെട്ടാതെ ജസ്റ്റ് അറ്റം മാത്രം ഒന്ന് ട്രിം ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ മുടി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ മുടിയുടെ ലെങ്ത് അവിടെ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് വെട്ടിക്കളഞ്ഞാൽ നീളം കുറഞ്ഞു എന്നുള്ളൊരു ഫീലും ഉണ്ടാവത്തില്ല. അതായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തത്. ഒരുവിധം നല്ല രീതിയിൽ മുടി വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെയും ഞാൻ ശ്രദ്ധിക്കാതെ മുടി ഇങ്ങനെ ചുമ്മാ അഴിച്ചിട്ട്, ഞാൻ എപ്പോഴും അങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് അങ്ങനെ നടക്കുന്നത്. എപ്പോഴും ഞാൻ മാക്സിമം മുടി കെട്ടി വെക്കാറാണ് പതിവ്. അപ്പം ഇപ്പൊ കുറച്ചൊരു മാസം കൊണ്ട് ഞാൻ വീണ്ടും മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയും അങ്ങനെയൊക്കെ എന്റെ മുടി കുറച്ചുകൂടി ആ ഒരു അഴിഞ്ഞു കിടന്ന് കുറച്ചുകൂടി ഒന്ന് മുടിയുടെ ആ ഒരു ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഞാൻ ഇനി ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി ഞാൻ വിചാരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ മുടിയുടെ പഴയ പ്രൗഢി തിരിച്ചെടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ആ ഒരു ഹെയർ കെയർ ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് കുഞ്ഞു ട്രിക്സുകളും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.